ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 ആണ്. വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുന്ന മൊഡ്യൂൾ 2 ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 ഓൾറെഡി ചെയ്ത് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ചെയ്യാം. ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്റ്റർ I - J + 2k. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു വെക്റ്റർ നമുക്ക് പേര് കൊടുക്കാം. നമുക്ക് തൽക്കാലം A വെക്റ്റർ ഈക്വൽ ടു I - J + 2k എന്ന് എടുക്കാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. മാഗ്നിറ്റ്യൂഡ് ചോദിച്ചു കഴിഞ്ഞാൽ √i മുന്നിൽ വേറെ നമ്പർ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ 1² പ്ലസ് ജെയുടെ മുന്നിൽ വേറെ നമ്പർ ഒന്നും കാണാനില്ല, ഒരു മൈനസ് മാത്രമേ കാണാനുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും, -1² പ്ലസ് കെയുടെ മുന്നിലുള്ള നമ്പർ ആരാണ്ട് 2 ആണ്. അപ്പോൾ 2ന്റെ സ്ക്വയർ എടുക്കും. ഓക്കെ, സോ ആൻസർ √1² എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ് മക്കളെ, 1 പ്ലസ് -1ന്റെ സ്ക്വയർ എത്രയാണ് ആൻസർ, അതും 1 ആണ്. 2ന്റെ സ്ക്വയർ എന്താണ്, 4. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും, √6 എന്ന് കിട്ടും. തൊട്ടാ മക്കളെ √6 എന്ന് കിട്ടും. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുകയാണ്, 1 മാർക്ക് കിട്ടണം. എത്ര മാർക്ക് കിട്ടേണ്ട മക്കളെ, 1 മാർക്ക്. നമ്മൾ അടുത്ത രണ്ടാമത്തെ ദിവസം നോക്കിയേ. ഫൈൻഡ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് A വെക്റ്റർ ഈക്വൽ ടു I + 2j - 3k. അതുപോലെ തന്നെ B വെക്റ്റർ ഏതാണ്, B വെക്റ്റർ ഏതാണ്, 3i - j + 2k അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ രണ്ട് വെക്റ്ററിൻ്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, A വെക്റ്റർ ഡോട്ട് B വെക്റ്റർ. വളരെ എളുപ്പമാണ്. ഇവിടെ A വെക്റ്റർ എന്ന് പറഞ്ഞാൽ A വെക്റ്റർ I + 2j - 3k ഡോട്ട് B വെക്റ്റർ എന്ന് പറഞ്ഞാൽ B വെക്റ്റർ 3i - j + 2k. അപ്പോൾ എന്താണ് എൻ്റെ ഡോട്ട് പ്രോഡക്റ്റ്, ഐയുടെ മുന്നിൽ ഇവിടുത്തെ നമ്പർ ആരാണ്ട, 1 ആണല്ലേ. അപ്പോൾ 1 ഇൻറ്റു ഇവിടുത്തെ ഐയുടെ മുന്നിൽ ആരാണ്, 3 ആണ്. അപ്പോൾ 1 × 3 1 × 3 എത്രയുണ്ടാ മക്കളെ, 3. അപ്പോൾ 3. അടുത്തത് ജെയുടെ മുന്നിൽ എവിടെ ആരാണ്, ജെയുടെ മുന്നിൽ ഇവിടെ 2 ആണല്ലേ. അപ്പോൾ 2 ഇൻറ്റു ഇവിടുത്തെ ജെയുടെ മുന്നിൽ ആരാണ്, ഇവിടെ ജെയുടെ മുന്നിൽ മൈനസ് ആണല്ലേ. അപ്പോൾ -1. അപ്പോൾ 2 ഇൻറ്റു -1. ആൻസർ എത്രയുണ്ടാ മക്കളെ, -2. അപ്പോൾ 3 - 2. അടുത്ത കെയുടെ മുന്നിൽ ഇവിടെ ആരാണ്, -3 ആണ്. അപ്പോൾ -3 ഇൻറ്റു ഇവിടെ കെയുടെ മുന്നിൽ ആരാണ്ടാ മക്കളെ, 2 ആണ്. അപ്പോൾ -3 × 2 എത്രയാണ് ആൻസർ, -6. സോ 3 - 2 എന്താണ് മക്കളെ ആൻസർ, 1. 1 - 6 ആൻസർ -5. സോ A വെക്റ്റർ ഡോട്ട് B വെക്റ്റർ എന്താണ് ആൻസർ, -5 ആണ് ഇവിടുത്തെ എന്ത് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അവിടെയും നമുക്ക് എന്ത് കിട്ടും, 1 മാർക്ക് കിട്ടും. വളരെ ഈസി അല്ലേടാ. അവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് A വെക്റ്റർ + B വെക്റ്റർ. നമുക്കവിടെ A വെക്റ്ററും B വെക്റ്ററും തന്നിട്ടുണ്ട്. നമുക്ക് ആരെ കണ്ടുപിടിക്കണം, A വെക്റ്റർ + B വെക്റ്റർ നമുക്ക് എന്തിനോടാ കണ്ടുപിടിക്കണം അല്ലേ. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും A വെക്റ്റർ + B വെക്റ്റർ. അപ്പോൾ A വെക്റ്റർ + B വെക്റ്റർ, A വെക്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാം മക്കളെ 3i + 4j - 2k പ്ലസ് B വെക്റ്റർ എന്ന് പറഞ്ഞാലാണ് B വെക്റ്റർ 2i - 3j - 2k ആണല്ലോ. ഇനി വേറെ ഒന്നുമില്ല, ഐയും ഐയും കൂടെ കൂട്ടുക. ഏതൊക്കെയാണ് ഇവിടെ ഐ ഐയും ഏതാണ്ട് പറ, 3i + 2i എന്ത് കിട്ടും, ആൻസർ 5i. അടുത്തത് 4j - 3j എത്രയാണ്, 4j - 3j എത്രയാണ്, 4 - 3 + 1 ആണ്. അപ്പോൾ +j. നെക്സ്റ്റ് വൺ -2k - 2k എന്ത് കിട്ടും ആൻസർ, -4k. അത്രയേ ഉള്ളൂ. ഇതാണ് ആര്, A വെക്റ്റർ + B വെക്റ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് നോക്കിയേ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് എ വെക്റ്റർ ജോയിനിങ് 1 2 -3 ആൻഡ് 3 1 1. വളരെ എളുപ്പമാണ്. ഇങ്ങനൊരു പോയിന്റ് തരികയാണെങ്കിൽ ആ പോയിന്റ് ഏതൊക്കെയാണ്, 1 2 -3 ഇതാണ് ഫസ്റ്റ് പോയിന്റ്. നമുക്ക് ഈ പോയിന്റ് P എന്ന് കൊടുക്കാം. അതുപോലെ Q എന്ന് പറയുന്ന പോയിന്റ് ആണ് Q 3 1 1. ഇങ്ങനെ വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ഇവിടെ ഞാൻ PQ വെക്റ്റർ എഴുതണം. ഏതാണ് ആ വെക്റ്റർ, ഏതാണ്ട PQ വെക്റ്റർ. പിയും ക്യൂയും കൂടെ ചേർന്ന് വരുന്ന വെക്റ്റർ ഏതാണ്, ഏതാ PQ വെക്റ്റർ. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ PQ വെക്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂവിൽ നിന്ന് ആരെ കുറയ്ക്കുക, P യെ കുറയ്ക്കുക. ഇവിടെ ക്യൂവിലെ എക്സിന് പകരം വന്നേക്കുന്ന ആരാണ്, 3 ആണ്.
ഇവിടെ പിയിൽ എന്താണ് എക്സിന് വരെ വന്നേക്കുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ 3 - 1, 3 എന്ന് പറഞ്ഞ കുറച്ച് എത്രയാണ് മക്കളെ ആൻസർ 2. സോ അപ്പോൾ നമ്മൾ എന്ത് എഴുതുക 2i, ഏതാണ്ട 2i. അതുപോലെ ഇവിടെ വൈ സ്ഥാനത്ത് ആരാണ്, വൈയുടെ സ്ഥാനത്ത് ആരാണ്, ഇവിടെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് 3 ആക്സസ് എക്സ് വൈ ഇസഡ് ആക്സസ് അല്ലേ, ആണോ അല്ലേ. ഇവിടെ 3 വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് എന്താണ് 3D-യിലാണ് അല്ലേ. അപ്പോഴെന്താണ് ഇതിന് എക്സ് വാല്യൂ ഉണ്ട്, വൈ വാല്യൂ ഉണ്ട്, ഇസഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ പി ക്യു വെക്ടർ ചോദിച്ചാൽ എന്ത് ചെയ്യുക, ക്യൂവിലെ എക്സ് എന്ന് പറയുന്നതാണ് 3 ആണ്, പിയിലെ എക്സ് വാല്യൂ ഏതാണ് 1 ആണ്. അപ്പോൾ 3 - 1 എത്രയാണ്ട 2i. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഏതാണ്ട ജെ ആണല്ലേ, ജെ. ഇവിടെ ജെ ക്യൂവിൽ ജെ ആരാണ് 1, 1 - 2, 1 - 2 എത്രയാണ്ട -1. സോ -1j, അതായത് -j. ക്ലിയർ. അതുപോലെ ക്യൂയുടെ കെയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണ് 1 ആണ്. അപ്പോൾ 1 - പിയിൽ കെയുടെ സ്ഥാനത്ത് ഏതാണ്ട -3. അപ്പോൾ മൈനസ് മൈനസ് കൂടെ ജോയിൻ ചെയ്ത് പ്ലസ് ആവും. 1 + 3 4. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും, +4k. ഇത്ര എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടി, 1 മാർക്ക്. ഇതിനും കിട്ടി, ഇതിനും കിട്ടി. എളുപ്പമുള്ള മക്കളെ, വളരെ ഈസിയാണ്. ഇതുകൂടെ 1 മാർക്കിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഇതുകൂടെ കഴിഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ തീരുകയാണേ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദി വെക്റ്റർ പി ക്യു വെക്റ്റർ where P is the point 1, 2, 3 and Q is the point 3, 5, 6. നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. P എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്ട, P 1, 2, 3 ആണ്. Q ആരാണ്, Q 3, 5, 6 ആണ്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ആരാണ്, പി ക്യു വെക്ടർ വേണമെന്നുണ്ടെങ്കിൽ, പി ക്യു വെക്ടർ വേണമെങ്കിൽ ക്യൂവിൻ്റെ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് 3 ആണ്. പിയുടെ എക്സ് ആരാണ് 1. അപ്പോൾ 3 - 1 എത്രയാണ്ട മക്കളെ 2. അപ്പോൾ 2i. അടുത്തത് ക്യൂവിലെ വൈ ആരാണ് 5 മൈനസ് പിയിലെ വൈ ആരാണ് 2. 5 - 2 എന്താണ് 3. അപ്പോൾ +3j. അതുപോലെ എന്താണ് ക്യൂവിലെ കെ ആരാണ്ട 6 ആണ്. 6 - പിയിലെ കെ സ്ഥാനത്ത് ആരാണ് 3 ആണ്. അപ്പോൾ 6 - 3 3. അപ്പോൾ ആൻസർ +3k. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആര്, ഇതാണ് ആരുടെ പി ക്യു വെക്ടർ. ആരാണ് പി ക്യു വെക്ടർ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി വെക്ടർ എ വെക്ടർ ഈക്വൽ ടു 2i - 3j + k. ഈ ഒരു വെക്ടറിൻ്റെ എന്ത് വേണം, നമുക്ക് ലെങ്ത് വേണം. ലെങ്ത് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അതെന്താണ്ട മാഗ്നിറ്റ്യൂഡ്. എന്താണ് മാഗ്നിറ്റ്യൂഡ്, ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലസ് ഓഫ് എ വെക്ടർ. അതെങ്ങനെ കണ്ടുപിടിക്കണം നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ്ട അത്, ഐയുടെ മുന്നിലുള്ള നമ്പർ ആരാണ് 2 ആണല്ലേ. അപ്പോൾ 2² പ്ലസ് ജെയുടെ മുന്നിൽ ആരാണ്ട് അത് -3 ആണ്. അപ്പോൾ -3² പ്ലസ് കെയുടെ മുന്നിൽ അത് ആരാണ് 1 ആണ്. അപ്പോൾ 1². ദാറ്റ് ഈസ് ഈക്വൽ ടു √2ന്റെ സ്ക്വയർ എത്രയാണ് നമ്മുടെ 2ന്റെ സ്ക്വയർ 4 പ്ലസ് -3യുടെ സ്ക്വയർ 9 പ്ലസ് 1² 1. സോ ആൻസർ എന്താണ് √14. ഈ √14 ആണ് നമ്മുടെ ആ ഒരു വെക്ടറിന്റെ എന്ത് ലെങ്ത്. ക്ലിയർ ആണോടാ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ്. നമുക്ക് എന്താണ് ഡോട്ട് പ്രോഡക്റ്റും വേണം. ഇതിന് ഈ 2 വെക്ടറുകൾക്കിടയിൽ വരുന്ന ആംഗിൾ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഇക്വേഷൻ എന്താണ്, 2 വെക്ടർ എന്ന് കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഇക്വേഷൻ എന്താണ്, അത് ഇങ്ങനെയാണ്. എ വെക്ടർ ഡോട്ട് ബി വെക്ടർ. എ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ എ വെക്ടർ 6i - 3j + 2k. നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അല്ലേ. 6i - 3j + 2k ഡോട്ട് 2i + 2j - k. എന്ത് കിട്ടും, ഐയുടെ മുന്നിൽ ഇവിടെ ആരാണ്, ഇവിടെ ഐയുടെ മുന്നിൽ 6ഉം ഇവിടെ ഐയുടെ മുന്നിൽ 2 ആണ്. അപ്പോൾ 2 × 6, 2 × 6 എത്രയാണ്ട മക്കളെ 12. ഏതാണ്ട മക്കളെ 12. സോ ആൻസർ എന്താണ് 12. നെക്സ്റ്റ് വൺ, ജെയുടെ മുന്നിൽ ഇവിടെ -3, ഇവിടെ 2 ആണ്. അപ്പോൾ -3 × 2, -3 × 2 എത്രയാണ്ട മക്കളെ 6 ആണ്. സോറി -6 ആണ് അല്ലേ. സോ എന്താണ് -6, 12 - 6. അടുത്തത് കെയുടെ മുന്നിൽ ഇവിടെ ആരാണ്, ഇവിടെ 2 ആണ്, ഇവിടെ -1 ആണ്. അപ്പോൾ 2 × -1 എന്താണ് -2 ആണ്. 12 - 6, 6, 6 - 2 എത്രയാണ്ട 4 ആണ്. അപ്പോൾ എ വെക്ടർ ഡോട്ട് ബി വെക്ടർ നമുക്ക് എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. ഇനി പറയുന്നത് ഇവർക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എന്ത് കണ്ടുപിടിക്കണം, ആംഗിൾ. അപ്പോൾ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോട്ട് പ്രോഡക്റ്റിൽ ആംഗിൾ വരുന്ന ഇക്വേഷൻ എന്താണ്, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. എ വെക്ടർ ഡോട്ട് ബി വെക്ടർ ഈക്വൽ ടു, അതിൻ്റെ വെക്ടർ ഇക്വേഷൻ ഇതാണ്, മോഡുലസ് ഓഫ് എ വെക്ടർ ഇൻറ്റു മോഡുലസ് ഓഫ് ബി വെക്ടർ ഇൻറ്റു കോസ് തീറ്റ. എന്താണ് മോഡുലസ് ഓഫ് എ വെക്ടർ ഇൻറ്റു മോഡുലസ് ഓഫ് ബി വെക്ടർ ഇൻറ്റു എന്താണ് കോസ് തീറ്റ. അതായത് ആ 2 വെക്ടറും ആ 2 വെക്ടറുകൾക്കിടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം,
എ വെക്ടർ ഡോട്ട് ബി വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് എന്താണ് എ വെക്ടർ ഡോട്ട് ബി വെക്ടർ നമുക്ക് അറിയാം, ഓൾറെഡി നമുക്ക് കിട്ടി. എത്ര എന്ന് കിട്ടി? 4 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഏതൊക്കെ? മോഡുലസ് ഓഫ് എ വെക്ടർ. എന്താണ് മോഡുലസ് ഓഫ് എ വെക്ടർ? ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ വെക്ടറിൽ ഐയുടെ മുന്നിൽ ആരാണ്ട്? ഐയുടെ മുന്നിൽ 6 ആണല്ലേ, അപ്പോൾ 6 സ്ക്വയർ പ്ലസ് ജെയുടെ മുന്നിൽ -3 ആണ്, അപ്പോൾ -3യുടെ സ്ക്വയർ, കെയുടെ മുന്നിൽ 2 സ്ക്വയർ. 6ന്റെ സ്ക്വയർ എത്രയുണ്ട് മക്കളെ? 36 പ്ലസ് -3യുടെ സ്ക്വയർ 9 പ്ലസ് 2ന്റെ സ്ക്വയർ 4. സോ ആൻസർ റൂട്ട് 49 എന്ന് കിട്ടും. ആൻസർ എന്താണ്ടാ? 7. അപ്പോൾ മോഡുലസ് ഓഫ് എ വെക്ടർ എന്താണ്? 7 എന്ന് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് വേണം, ആര് വേണം? മോഡുലസ് ഓഫ് ബി വെക്ടറും വേണം. അപ്പോൾ മോഡുലസ് ഓഫ് ബി വെക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റൂട്ട് ഓഫ് ഐയുടെ മുന്നിൽ ആരാണ്ട്? അപ്പോൾ ഐയുടെ മുന്നിൽ ആരാണ്? ഐയുടെ മുന്നിൽ 2 ആണ് അല്ലേ, അപ്പോൾ 2ന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ മുന്നിൽ ആരാണ്? 2ന്റെ സ്ക്വയർ പ്ലസ് കെയുടെ മുന്നിൽ -1ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്രയുണ്ടാ? 4 -1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പം 4 4 എന്താണ്? 8 8 എന്താണ്? 9. റൂട്ട് 9ന്റെ വില എത്രയുണ്ടാ മക്കളെ? 3. എത്രയാണ്? 3. ഓക്കെ, നമുക്ക് നേരെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. എ വെക്ടർ ഡോട്ട് ബി വെക്ടർ എന്താ നമുക്കറിയാം? ഓൾറെഡി നമുക്കറിയാം. എന്തെന്നറിയാം? 4 എന്നറിയാം. 4 ഈക്വൽ ടു മോഡുലസ് ഓഫ് എ വെക്ടർ എന്താണ്? 7 ആണല്ലേ, 7 ഇൻറ്റു മോഡുലസ് ഓഫ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു എന്താണ്? ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ 4 ഈക്വൽ ടു 7 ഇൻറ്റു 3 എത്രയാണ് മക്കളെ? 7 ഇൻറ്റു 3 21 കോസ് തീറ്റ ഇൻറ്റു അതേക്കണം 21 ഇപ്പുറത്തും എന്താവും? ഡിവൈഡ് ആവും അല്ലേ. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു 4/21. നമുക്ക് ആംഗിൾ അല്ലേ വേണ്ടത്? ആംഗിൾ എന്ന് പറയുമ്പോൾ ആരാണ്? തീറ്റ അല്ലേ. സോ തീറ്റ ഈക്വൽ ടു ഈ കോസ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? കോസ് ഇൻവേഴ്സ് ആവും. എന്താ കൂടെ? കോസ് ഇൻവേഴ്സ്. അങ്ങനെ പഠിച്ചു വെച്ചേക്കണേ. കോസ് അപ്പുറത്ത് പോകുമ്പോൾ കോസ് ഇൻവേഴ്സും 4/21 നമ്മളെന്താണ് അതുപോലെ തന്നെ അങ്ങ് എഴുതും, മാറ്റമൊന്നുമില്ല. ഇതാണ് എന്ത്? ആംഗിൾ. ഈ രണ്ട് വെക്ടറുകൾക്കിടയിൽ വരുന്ന ആംഗിൾ ഏതാണ്ടാ? കോസ് ഇൻവേഴ്സ് 4/21. നിങ്ങൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും കേട്ടോ. ഇതാണ് എന്താ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ഇവിടെ ഒരു കുറച്ച് ഫോഴ്സസ് തന്നിട്ടുണ്ട് കണ്ടോ. ഒരു 3 ഫോഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇതൊരു ഫോഴ്സാണ്, ഇതൊരു ഫോഴ്സാണ്, ഇതൊരു ഫോഴ്സാണ്. ഈ 3 ഫോഴ്സും കൂടെ എന്താണ്? ഒരു പാർട്ടിക്കിളിൽ എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ എന്തുണ്ടാവേണ്ട? മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ്. എവിടെ നിന്ന്? 4i - 3j - 2k എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഈ ഒരു എന്താണ് 6i + j - 3k എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിലേക്ക് എന്താണ് ഒരു ചേഞ്ച് എന്താണ് സംഭവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? ടോട്ടൽ വർക്ക് ഡൺ വേണം. ഏത് വേണം? ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതി വെച്ചോണം. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡി വെക്റ്റർ. അതായത് ഫോഴ്സ് വെക്ടറിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. എന്തെടുത്താൽ മതി? ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഇവിടെ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സിനെ ഇവിടെ പറയുന്നത് ഇവിടെ 3 ഫോഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതിനെ ഒറ്റ ഫോഴ്സ് ആക്കണമെങ്കിൽ അതെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2i - 5j + 6k. അടുത്ത ഫോഴ്സ് ഏതാണ്? -i + 2j - k. അടുത്ത ഫോഴ്സ് ഏതാണ്? +2i + 7j. നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഫസ്റ്റ് ഏതാണ്ടാ? 2i - i, അടുത്തതാണ് +2i അല്ലേ. എന്ത് കിട്ടും? 2i - i ഏതാണ്ടാ? i + 2i എന്ത് കിട്ടും? 3i. എന്താണ്ടാ? 3i. നെക്സ്റ്റ് വൺ -5j + 2j, അത് കഴിഞ്ഞിട്ട് ആരാണ്ടാ? 7j. എന്ത് കിട്ടും ആൻസർ? -5j + 2j, -5 + 2 എത്രയാണ്? -3. -3 + 7 എത്രയാണ്? 4 ആണ്. അപ്പോൾ +4j + 4j. നെക്സ്റ്റ് വൺ k ആണ്. k വരുന്നത് ഏതാണ്ടാ? k 6k - k. 6k - k എന്താണ്ടാ മക്കളെ? 5k അല്ലേ. അപ്പോൾ +5k. ഇതാണ് എഫ് വെക്റ്റർ. ഇനി നമുക്ക് അടുത്ത ആര് വേണം? ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ വേണം അല്ലേ. അതായത് ഡി വെക്റ്റർ. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു സാധനം ഉണ്ടായിരുന്ന ഇനിഷ്യൽ പൊസിഷൻ ഏതായിരുന്നു? ഇതായിരുന്നു ഇരുന്ന ഇനിഷ്യൽ അല്ലേ. ഇവിടെ നിന്ന് എങ്ങോട്ടത്തേക്ക് മാറി? ഇവിടേക്കാണ് മാറിയത്. ആണോ അല്ലേ? ഇവിടെ ആണോ അല്ലേ? ഓക്കെ. അതായത് ഇപ്പോൾ നമ്മൾ നമ്പർ ലൈൻ വരച്ച 3-ലിരിക്കുന്ന ഞാൻ 3 എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്ന ഞാൻ 6-ലെത്തി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 6-ൽ നിന്ന് ആരെ മൈനസ് ചെയ്യും?
3a മൈനസ് യു അല്ലേ, 6 മൈനസ് 3 മൈനസ് നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആരിൽ നിന്ന് ആരെ കുറയ്ക്കണം? 6i പ്ലസ് ജെ മൈനസ് 3k എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വെക്റ്റർ അല്ലേ, ഈ ഒരു വെക്റ്ററിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? ഇനിഷ്യൽ പോയിന്റ് ആയിട്ടുള്ള 4i മൈനസ് 3j മൈനസ് 2k നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6i പ്ലസ് ജെ മൈനസ് 3k, ഈ മൈനസ് ആദ്യം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? അല്ലെങ്കിൽ മൈനസ് ആദ്യം കൊടുക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാലും മതി. 6i മൈനസ് 4i, ഇത്ര ആലോചിച്ച് 6i മൈനസ് 4i, 6iയിൽ നിന്ന് 4i കുറച്ച് നമുക്ക് എത്ര കിട്ടും? 2i. നെക്സ്റ്റ് വൺ ജെ മൈനസ് 3j. അപ്പോൾ ഈ രണ്ട് മൈനസ് കൊണ്ട് ജോയിൻ ചെയ്ത് അവിടെ എന്താവും? പ്ലസ് ആവും അല്ലേ. അപ്പം ജെ പ്ലസ് 3j എന്താണ് മക്കളെ? പ്ലസ് 4j. ഇതാണ് 4j. അടുത്തത് മൈനസ് 3k മൈനസ് 2k. അപ്പോൾ ഈ മൈനസ് കൊണ്ട് ജോയിൻ ചെയ്താൽ പ്ലസ് ആവും. മൈനസ് 3 പ്ലസ് 2, മൈനസ് 3 പ്ലസ് 2 എത്രയാണ്ട? -1 ആണല്ലോ. അപ്പോൾ മൈനസ് k. അപ്പോൾ നമുക്ക് എഫ് വെക്ടറും കിട്ടി, ഡി വെക്ടറും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ വർഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? വർഡൺ ഈക്വൽ ടു എഫ് വെക്ടർ ഡോട്ട് എന്താണ്? ഡി വെക്ടർ. ഓക്കെ, വെക്ടർ ഇല്ല കേട്ടോ അവിടെ, വർഡൺ. ഓക്കെ, സോ എന്താണ് ടോട്ടൽ വർഡൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എഫ് വെക്ടർ ഡോട്ട് ഡി വെക്ടർ ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് വെക്ടർ ആരാണ്ട് അവിടെ? എഫ് വെക്ടർ 3i പ്ലസ് 4j പ്ലസ് 5k ഡോട്ട് 2i പ്ലസ് 4j മൈനസ് k ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ 3 × 2 എത്രയാണ് മക്കളെ? 6. അടുത്ത 4 × 4 എത്രയാണ്? 16. അടുത്ത 5 × -1 എന്താണ് ആൻസർ? -5. സോ ആൻസർ 16 - 5 എത്രയാണ്ട? 11. 11 6 17. സോ 17 യൂണിറ്റ് ആണ്. 17 യൂണിറ്റ് ആണ് എന്ത് സംഭവിക്കുക? വർഡൺ സംഭവിക്കുക. ക്ലിയർ ആണോടാ? ഇത് എന്താണ്? ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 3 മാർക്ക് ഷുവർ ആയിട്ടും എന്താണ് കിട്ടുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, വർഡൺ. ഓക്കെ, എടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ്ട. ഫൈൻഡ് ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ്. എ വെക്ടറും ബി വെക്ടറും തന്നിട്ടുണ്ടെടാ. അതിൽ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനും ആംഗിൾ കണ്ടുപിടിക്കാനും നമ്മൾ തൊട്ട് മുന്നേ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ. അങ്ങോട്ടും ഇങ്ങോട്ടോ ഒരു മാറ്റവും ഇല്ല. വെക്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി ക്വസ്റ്റ്യൻ ഒക്കെ സെയിം ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെന്ത് ചെയ്യണമെന്ന് പ്രാക്ടീസ് ചെയ്യണേ. ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇത് ഞാൻ ചെയ്യുന്നതിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാതിരിക്കരുത്, ഉറപ്പായിട്ടും ചെയ്യണേ. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനോട് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്ട? ഫൈൻഡ് എ വെക്ടർ ക്രോസ്. ഇതെന്താണ്ട? ക്രോസ് പ്രോഡക്റ്റ്. എ വെക്ടർ ക്രോസ് ബി വെക്ടർ. ഇത് വളരെ എളുപ്പമാണ്. എ വെക്ടർ ക്രോസ് ബി വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡിറ്റർമിനന്റ് മുകളിൽ എഴുതേണ്ടത് എന്താണ്? i j k. എ വെക്ടർ എന്ന് പറഞ്ഞാൽ 3i പ്ലസ് ജെ മൈനസ് 2k. ഐയുടെ മുന്നിൽ ആരാണ്? 3, അത് അവിടെ എഴുതുക 3. ജെയുടെ മുന്നിൽ ആരാണ്? 1. കെയുടെ മുന്നിൽ -2. അതുപോലെ തന്നെ ബി വെക്ടറിന്റെ ഫ്രണ്ടിൽ ആരാണ്? ഐയുടെ മുന്നിൽ ആരാണ്? ബി വെക്ടറിൽ ഐയുടെ മുന്നിൽ 1 ആണ്. ജെയുടെ മുന്നിൽ -3. കെയുടെ മുന്നിൽ ആരാണ് മക്കളെ? 4. സോ ഇതിന് എന്ത് കണ്ടുപിടിക്കുക? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ കഴിഞ്ഞ നമ്മുടെ മൊഡ്യൂൾ 1 പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? എന്താണ്? പ്ലസ് മൈനസ് പ്ലസ്, മൈനസ് പ്ലസ് മൈനസ്, പ്ലസ് മൈനസ് പ്ലസ്. ഇതെപ്പോഴും നിങ്ങളെ ഓർമ്മയിൽ എന്താണ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റോ എടുക്കുക. ഫസ്റ്റ് റോ തന്നെ എടുക്കുകയാണ്. ഫസ്റ്റ് റോ എടുക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആരാണ്? ഐ ആണല്ലേ. ഐയും അവിടുത്തെ സിമ്പിൾ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ഐ, അതായത് i × ഐ വന്നു കഴിഞ്ഞാൽ ഐ വരുന്ന റോയും കോളും എന്ത് ചെയ്യുക? കളയുക. ബാക്കിയുള്ളതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഡിറ്റർമിനന്റ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഐ വരുന്ന എന്താണ്? ഐ വരുന്ന റോയും കോളും കളയുക. ബാക്കി എന്താണ്ട? 1 -2 -3 4 എന്ത് കണ്ടുപിടിക്കുക? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ്ട? 1 × 4 എന്താണ്? 4 മൈനസ് -3 × -2 എന്താണ് ആൻസർ? -3 × -2 6 ആണല്ലേ. 6.
അപ്പം അത് കഴിഞ്ഞു. അടുത്ത നമ്മൾ ഫസ്റ്റ് റോയിൽ ആരെ എടുക്കും? ജെ എടുക്കും. ജെയുടെ അടുത്ത് സിമ്പിൾ ആരാണ്? മൈനസ് അല്ലേ? സോ മൈനസ് ജെ ഇൻറ്റു ജെ വരുന്ന റോയും കോളവും റോയും പോയി കോളവും പോയി. ബാക്കി ആരൊക്കെയാണുള്ളത്? 3 -2 1 4. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അപ്പം 3 × 4 3 × 4 എത്രയാണ്? 3 × 4 12. 12 മൈനസ് 1 × -2 1 × -2 എന്താണ്? -2 അല്ലേ? പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോയും കളയുക കോളം കളയുക. ബാക്കി ആരാണ്? ഇത്രയല്ലേ ഉള്ളൂ. അപ്പം 3 × -3 എന്താണ്ടാ? -9 -9 1 × 1 +1. ഇനി ബാക്കി എന്ത് ചെയ്യുക? നിങ്ങളങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. 4 - 6 എത്രയാണ്ട? -2. അപ്പം -2i. 12 ഇവിടെ മൈനസ് വരുന്നത് പ്ലസ് ആവും. 12 + 2 എത്രയാണ്? 14. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? അപ്പം -14j. -9 + 1 എത്രയാണ്ട മക്കളെ? -8 അല്ലേ? സോ -8k. അപ്പം -8k. ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേടാ? ഇത്രയും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുകയാണ്? 3 മാർക്ക് ഈസി ആയിട്ട് കിട്ടുകയാണ്. അപ്പം മക്കളെ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? എ വെക്ടർ ക്രോസ് ബി വെക്ടർ. ആര് കണ്ടുപിടിക്കും? നിങ്ങൾ കണ്ടുപിടിക്കും. കാരണം നമ്മളിപ്പോൾ ചെയ്തേ ഉള്ളൂ, അതുപോലെ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ, ചെയ്യാതെ പോരുത്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരെണ്ണം ചെയ്യാം. അടുത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ് സോ ദാറ്റ് ഈ 2 വെക്ടറും എന്തെന്നാണ് പറയുന്നത്? ഈക്വൽ എന്നല്ലേ കാണിക്കുന്നത്. അതായത് 2i + 4j - zk = xi + yj + 3k എന്നല്ലേ പറയുന്നത്. അതായത് ഈ 2 വെക്ടറും എന്താണ്? പരസ്പരം ഈക്വൽ ആണ്. അത് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഐയുടെ മുന്നിൽ ആരാണ്? 2 ആണല്ലേ? ഇവിടെ ഐയുടെ മുന്നിൽ ആരാണ്? ഇവിടെ ഐയുടെ മുന്നിൽ 2 ആണ്. ഇവിടെ ഐയുടെ മുന്നിൽ ആരാണ്? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് ഇക്വലൻ്റ് ആയിട്ട് ആരായിരിക്കും? എക്സിന് ഇക്വലൻ്റ് ആരായിരിക്കും? 2 ആയിരിക്കും. അതുപോലെ എന്താണ്? ഇവിടെ ജെയുടെ മുന്നിൽ 4, ഇവിടെ ജെയുടെ മുന്നിൽ y ആണ്. അപ്പം y = എന്തായിരിക്കും? y = എത്രയായിരിക്കും മക്കളെ? 4 ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? ഇവിടെ ഇസഡിൻ്റെ മുന്നിൽ കെക്ക് മുന്നിൽ -z, ഇവിടെ കെക്ക് മുന്നിൽ 3 ആണ്. അപ്പം -z പറഞ്ഞു -z എന്താണ്? -z 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ z എന്തായിരിക്കും? ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ 3 എന്താവൂടാ മക്കളെ? മൈനസ് ആവും. ഈസി, സിമ്പിളാണ്. z = -3. ഇതിന് അവർ തന്നിട്ടുണ്ട് എത്ര മാർക്ക്? 3 മാർക്ക്. ഒന്നുമില്ല, 2 ലൈനിൽ കാര്യം തീരും. അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇവിടെ വരുന്ന 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എപ്പോഴും എന്താണ്? ഈ വെക്ടർ ആൾജിബ്രയിൽ നിന്ന് 7 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. 7 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഓറിട്ട് 2 ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾക്ക്. അപ്പോൾ എന്താണ്? നമുക്ക് ഇവിടെ എന്താണ്? 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദി മൊമെന്റ് അബൌട്ട് ദി പോയിന്റ്. മൊമെന്റ് ആണ് കണ്ടോ? മൊമെന്റ്. ഓക്കെ. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി മൊമെന്റ് അബൌട്ട് എ പോയിന്റ് i + 2j - k ഓഫ് എ ഫോഴ്സ് represented by i + 2j + k acting through the point 2i + 3j - 3k. അതായത് നമുക്കിവിടെ ആദ്യം പറയാനായിട്ടുള്ളത് എന്താണ്? ഒരു റഫറൻസ് പോയിന്റ്. നമുക്ക് റഫറൻസ് പോയിന്റ് നമുക്ക് ഒരു പേര് കൊടുക്കാം. R0 എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം? R0 എന്ന് പറയുന്നത് R0 ഇവിടെ എഴുതാം. R0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റഫറൻസ് പോയിന്റ്. ഇവിടെ റഫറൻസ് പോയിന്റ് ആരാണ്? ഇതാണ്. ഏതാണ് ആ റഫറൻസ് പോയിന്റ്? ഏതാണ്? i + 2j - k. ഇതാണ് ആ റഫറൻസ് പോയിന്റ്. ഈ റഫറൻസ് പോയിന്റിലേക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ട? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് ആണ് ഏത്? എഫ് വെക്ടർ. എത്രയാണത്? i + 2j + k. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലെന്താണ്? ഒരു ആപ്ലിക്കേഷൻ പോയിന്റ് ഉണ്ടാവുകയാണ്. അതാണ് ആര്? അതാണ് RA. ഏതാണ്ട് RA എന്താണ്? ആപ്ലിക്കേഷൻ പോയിന്റ്. ഏതാണ്ട് ആപ്ലിക്കേഷൻ പോയിന്റ്. അതാണ് ആരെന്ന് പറഞ്ഞാൽ 2i + 3j - 3k. ഓക്കെ. അപ്പോൾ R0 എന്താണ്? R0 ഒരു റഫറൻസ് പോയിന്റ് ആണ്. അതാണ് i + 2j - k. ഈ റഫറൻസ് പോയിന്റിലേക്ക് നമ്മൾ എന്താണ്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു ആപ്ലിക്കേഷൻ പോയിന്റ് ഉണ്ടാവുകയാണ്. ആ ആപ്ലിക്കേഷൻ പോയിന്റ് ആണ് ഏത്? 2i + 3j - 3k എന്ന് പറയുന്ന
നമ്മുടെ വെക്റ്റർ. നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് മൊമെൻറ്റം എന്ത് കണ്ടുപിടിക്കണം? ആരെ കണ്ടുപിടിക്കണം? മൊമെൻറ്റ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എം എന്ന് പറഞ്ഞാൽ ആർ വെക്റ്റർ ഡോട്ട് അല്ല, ഇവിടെ ക്രോസ് ആണ്. ഏതാണ്ട ക്രോസ് ആർ വെക്റ്റർ ക്രോസ് എഫ് വെക്റ്റർ ആണ്. ഏതാണ്ട് ആർ വെക്റ്റർ ക്രോസ് എഫ് വെക്റ്റർ. അപ്പോൾ നമുക്കിവിടെ ആർ കണ്ടുപിടിക്കണം. ആർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആർ വെക്റ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആർ വെക്റ്റർ കണ്ടുപിടിക്കുന്നത് എപ്പോഴും എന്താണ്? ആപ്ലിക്കേഷൻ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? റഫറൻസ് പോയിന്റ് എന്ത് ചെയ്യും? കുറയ്ക്കും. അതായത് ആർ എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വെക്റ്ററാണ്? 2i പ്ലസ് 3j മൈനസ് 3kയിൽ നിന്ന് നമുക്ക് ആരെ മൈനസ് ചെയ്യണം? 2i പ്ലസ് 3j മൈനസ് 3kയിൽ നിന്ന് നമുക്ക് ആരെ മൈനസ് ചെയ്യണം? R0 വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? R0 വെക്റ്റർ ആരാണ്? പറഞ്ഞോ. i പ്ലസ് 2j പ്ലസ് k എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 2i മൈനസ് i എന്താണ്? നമ്മൾ 2i മൈനസ് i ആണ്. 3j മൈനസ് 2j എന്താണ്? അത് j ആണ്. മൈനസ് 3k മൈനസ് k എന്താണ്? അത് പ്ലസ് അല്ല, മൈനസ് 2k. ആരാണ്? മൈനസ് 2k അല്ലോടാ. എടാ ആൻസർ എന്താണ്? മൈനസ് 4k ആണ്. ശരിയാണല്ലേ? 2 മൈനസ് 1 1 3 മൈനസ് 2 1 മൈനസ് 3 മൈനസ് 1 ആൻസർ മൈനസ് 4k. ക്ലിയർ? അപ്പം i പ്ലസ് ജെ മൈനസ് 4k എന്ന് കിട്ടും. i പ്ലസ് ജെ മൈനസ് 4k എന്ന് കിട്ടും. ഇവിടെ ഒരു ചെറിയ എറർ ഉള്ള പോലെ. ഇവിടെ ഒരു ചെറിയൊരു എറർ ഉണ്ട്. നമ്മളിവിടെ പ്ലസ് കെ അല്ലേ, ഇവിടെ മൈനസ് കെ ആണ് വരുന്നത്. R0 മൈനസ് കെ അല്ലേ? തെറ്റിപ്പോയി. അവിടെ മൈനസ് കെ ആണ്. സോ അങ്ങനെ മൈനസ് 3 മൈനസ് അപ്പോൾ അവിടെ മൈനസ് 3 പ്ലസ് ആവും, മൈനസ് 2k എന്നാവും. എന്താവും? മൈനസ് 2k. അതാണ് ആർ വെക്റ്റർ. ഇനി നമുക്ക് വളരെ എളുപ്പമാണ്. ആർ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആർ വെക്റ്റർ i പ്ലസ് ജെ മൈനസ് 2k ഡോട്ട് നമ്മുടെ എഫ് വെക്റ്റർ ആണ്. എഫ് വെക്റ്റർ ഡോട്ട് അല്ല, ക്രോസ് ആണ്. ക്രോസ് i പ്ലസ് 2j പ്ലസ് k. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡിറ്റർമിനന്റ് i j k. ഇവിടെ ഐയുടെ മുന്നിൽ 1, ജെയുടെ മുന്നിൽ 1, കെയുടെ മുന്നിൽ -2, ഐയുടെ മുന്നിൽ 1 2 1. ഇത് ഞാൻ വീണ്ടും ചെയ്ത് എന്താക്കുന്നില്ല? കുളമാക്കുന്നില്ല. ഇതിൻ്റെ ആൻസർ ഞാൻ ഡയറക്റ്റ് അങ്ങ് എഴുതി തരികയാണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടൂടാ? ഒരു വെക്ടറായിട്ട് കിട്ടി. ഇങ്ങനെ കിട്ടും. 5i മൈനസ് 3j പ്ലസ് k നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, വീണ്ടും ചെയ്തില്ല, കാരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഒരുപാട് കൂടിപ്പോവും. നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ 1-2 ഇത് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡൽ. സോ അതുമാത്രമല്ല, നമ്മൾ എന്താണ് ഡിറ്റർമിനന്റ് 3/3 ഡിറ്റർമിനന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. സോ ആൻസർ എന്താണ്? 5i മൈനസ് 3j പ്ലസ് k ആണ് എന്ത്? മൊമെന്റ്. ക്ലിയർ? അതിലെ ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയാൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുകയാണ്. യൂണിറ്റ് വെക്ടർ എ ക്യാപ് ഈക്വൽ ടു എന്താണ്? എ വെക്ടർ ബൈ എന്താണ്? മോഡുലസ് ഓഫ് എ വെക്ടർ. ഇതാണ് എൻ്റെ ഇക്വേഷൻ. കാണാതെ പഠിച്ചു വെച്ചോണേ. എ ക്യാപ് ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ ക്യാപ് ഈക്വൽ ടു എ വെക്ടർ ബൈ മോഡുലസ് ഓഫ് എന്താണ് മക്കളെ? എ വെക്ടർ ആണ്. അതിൽ നമുക്ക് അറിയാം എന്താണ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ. ഇവിടെ ക്വസ്റ്റ്യൻ ഏതാണ്? ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ആരാണത്? 2i പ്ലസ് 3j പ്ലസ് k ഓൾ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഏതാണ്? മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ ഐയുടെ മുന്നിൽ 2ന്റെ സ്ക്വയർ പ്ലസ് 3യുടെ സ്ക്വയർ പ്ലസ് 1ന്റെ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് k ബൈ റൂട്ട് 2ന്റെ സ്ക്വയർ എന്താണ്? 3യുടെ സ്ക്വയർ 9 ആണ്. 9 പ്ലസ് 1 10, 10 പ്ലസ് 4 റൂട്ട് 14 എന്ന് കിട്ടും അല്ലേ? നമുക്കിതിനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും? 2/√14i പ്ലസ് 3/√14j പ്ലസ് 1/√14k. ഇത്രയും മതി. ഇത്രയാകുമ്പോൾ നമ്മൾ എന്താവും? യൂണിറ്റ് വെക്ടർ ആവും. സോ ഈ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മക്കളെ? ആകെ 7 മാർക്ക് കിട്ടണം. 7 മാർക്ക്. ഓക്കെ, അവിടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇഫ് ദി പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് 2 പോയിന്റ്സ് എ ആൻഡ് ബി ആർ എന്താണ്? എ എന്ന് പറയുന്ന വെക്ടർ ഏതാണ്ട്? എ എന്ന് പറഞ്ഞ ഇവിടെ ഏതാണ്? എ 3i പ്ലസ് j ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന വെക്ടർ ഏതാണ്? ബി 5i പ്ലസ് 2j പ്ലസ് k ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എ ബി വെക്ടറാണ് വേണ്ടത്. ഏതാണ് വേണ്ടത്? എ ബി വെക്ടർ. എ ബി വെക്ടർ ചോദിച്ചാൽ നിങ്ങളിവിടെ ബി വെക്ടർ ഇല്ലേ, ഈ ബി വെക്ടറിൽ നിന്ന് ആരെ കുറച്ചാൽ മതി? എ വെക്ടർ മൈനസ് ചെയ്താൽ മതി. ബി വെക്ടർ ഇവിടെ ആരാണ്? ബി വെക്ടർ 5i + 2j + k. അതിൽ നമുക്ക് ആരെ കുറയ്ക്കണം? എ വെക്ടർ ഇവിടെ ആരാണ്? 3i + j. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 5i - 3i, 5i നിന്ന് 3i കുറച്ച് നമുക്ക് എത്ര കിട്ടും? 5 - 3 എത്രയാണ് മക്കളെ? 2i. ഏതാണ്? 2i. 2j - j, 2j 2j നിന്ന് ഒരു j കുറച്ചാൽ +j, ഒരു j അല്ലേ. k എന്ന് ഒന്ന് കുറയ്ക്കാൻ അവിടെ ഒന്നുമില്ല, അപ്പം എന്താണ്? +k. ഇതാണ് ആര്? എ ബി വെക്ടർ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി വീണ്ടും ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടേഴ്സ്. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണുകയാണെങ്കിൽ എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ ഞാൻ പറയുന്ന കൺസെപ്റ്റ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചിരിക്കണം. ഏത് കൺസെപ്റ്റാണ്ട? ഏതാണ്ടോ എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം. ആ ഇക്വേഷൻ ഇതാണ്. ആ യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇത് വെറും യൂണിറ്റ് വെക്ടർ അല്ല. അതെന്താണ്? അതിന് ആ രണ്ട് വെക്ടറുകൾക്കിടയിൽ എന്താണ്? പെർപെൻഡിക്കുലറും ആയിരിക്കണം. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ രണ്ട് വെക്ടറിൻ്റെ എന്തെടുക്കുക? ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ആ ക്രോസ് പ്രോഡക്റ്റിന് എന്താണ്? അതിൻ്റെ മോഡുലസ് കൊണ്ട് എന്ത് ചെയ്യുക? അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഫ്രണ്ടിൽ നിങ്ങൾ എന്താണ്? ഒരു +or- കൂടെ എന്ത് ചെയ്യുക? അങ്ങ് ഇടുക. ഇത്രയേ ഉള്ളൂ. നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമുക്കിവിടെ ആരെ കണ്ടുപിടിക്കണം? നിങ്ങളിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ട സാധനം എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം i j k അല്ലേ. എ വെക്ടറിൽ ആരൊക്കെയാണ് ഉള്ളത്? 4 - 1 3. അപ്പോൾ 4 - 1 3. ബി വെക്ടറിൽ ആരൊക്കെയാണ്? -2 1 -2. ഇതും ഞാൻ എന്താണ് ചെയ്യില്ല, നിങ്ങൾക്ക് അറിയാതെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ -i + 2j + 2k എന്ന് നിങ്ങൾക്ക് എന്ത് ഒരു ആൻസർ കിട്ടും. ഓക്കെ. എടാ ഈ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടറാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസറിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആൻസറിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മോഡുലസ് കൂടെ വേണം. അതാണ് മോഡുലസ് ഓഫ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ വെക്ടർ ക്രോസ് ബി വെക്ടർ ഇതാണല്ലേ, -i + 2j + 2k ആണ്. അതിൻ്റെ എന്തെടുക്കുക? അതിൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് -1ൻ്റെ സ്ക്വയർ + 2ൻ്റെ സ്ക്വയർ പ്ലസ് എന്താണ് മക്കളെ? 2ൻ്റെ സ്ക്വയർ. സോ ആൻസർ √9 എന്ന് കിട്ടും അല്ലേ. √9ൻ്റെ വില എത്രയാണ്? 3. സോ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ യൂണിറ്റ് വെക്ടർ ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് വെക്ടർ +or- ആദ്യം ഇടുക. എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്താണ് നമുക്ക് കിട്ടിയ? എന്താണ് പറ? -i + 2j + 2k ബൈ അതിൻ്റെ മോഡുലസ് എന്ന് നമുക്കറിയാം. മോഡുലസ് എത്രയാണ്? 3. ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. എളുപ്പമല്ലേ? 3 മാർക്കാണ്. 3 അല്ല, എത്ര മാർക്കാണ്? 4 മാർക്കാണ്. സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതാണ് 4 മാർക്ക് കിട്ടുകയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം ശ്രദ്ധാപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് എ വെക്ടർ + ബി വെക്ടർ ക്രോസ് എ വെക്ടർ - ബി വെക്ടർ. ഓക്കെ. നമ്മുടെ എ വെക്ടറും ഉണ്ട്, ബി വെക്ടറും തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? എ + ബി വെക്ടർ. അപ്പോൾ എ + ബി ഓൾ വെക്ടർ അല്ലെ. എ വെക്ടർ + ബി വെക്ടർ എന്തായിരിക്കും? എ വെക്ടർ എന്ന് പറഞ്ഞാൽ i + 3j + 2k പ്ലസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ ബി വെക്ടർ 2i - j + k. നമുക്ക് ആഡ് ചെയ്യാം. i + 2i എന്താണ്ട? 3i. അടുത്ത 3j - j എന്താണ്ട? +2j. അടുത്ത 2k + k എന്താണ് ആൻസർ? +3k. ഇതാണ് ആര്? എ വെക്ടർ + ബി വെക്ടർ. അതുപോലെ തന്നെയാണ് നമുക്ക് അടുത്ത വേണ്ട സാധനം ആരാണ്ട? എ വെക്ടർ - ബി വെക്ടർ. അപ്പോൾ എ വെക്ടർ - ബി വെക്ടർ എന്തായിരിക്കും? എ വെക്ടർ എന്ന് പറഞ്ഞാൽ i + 3j + 2k മൈനസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ 2i - j + k. ദാറ്റ് ഈസ് ഈക്വൽ ടു i - 2i. i - 2i എന്ത് കിട്ടൂടാ? അതായത് 1 - 2 എന്താണ്? -1, അതായത് -i.
അടുത്ത 3j മൈനസ് മൈനസ് ജെ, അപ്പോൾ മൈനസ് മൈനസ് ചേർന്ന് പ്ലസ് ആവും. അപ്പോൾ 3j പ്ലസ് ജെ എന്താവും ആൻസർ? പ്ലസ് 4j. അടുത്തത് 2k മൈനസ് കെ, 2kയിൽ നിന്ന് ഒരു കെ പോയാൽ 2 മൈനസ് 1 എത്ര ഉണ്ടാ? 1 ആണ്, അതായത് കെ എന്ന് കിട്ടും. ഇതാണ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്ററും എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ഡോട്ട് കണ്ടുപിടിക്കണം. ഡോട്ട് അല്ല, സോറി, ക്രോസ് അല്ലേ കണ്ടുപിടിക്കണം. ക്രോസ് നമുക്ക് വേണ്ടത് ആരാണ്? നമുക്ക് വേണ്ട സാധനം എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ക്രോസ് എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് ഐ ജെ കെ. എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്താണ്ടാ മക്കളെ? 3 2 3 അല്ലേ? 3 2 3. അതുപോലെ എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ എന്താണ്? -1 4 1. നമുക്ക് ഇതിന്റെ വാല്യൂ എന്താണ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ്? ഐ ഇൻറ്റു, നമുക്ക് ഫസ്റ്റ് ഐ എടുക്കാം അല്ലേ? ഐയുടെ അവിടെ സിമ്പിൾ എന്താണ്? പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ഐ ഇൻറ്റു ഐ വരുന്ന റോയും പോയി കോളവും പോയി, ബാക്കി 2 3 4 1 അല്ലേ? അപ്പോൾ 2 × 1 2 × 1 എന്താണ് മക്കളെ? 2 × 1 2 × 1 2 2 മൈനസ് 4 × 3 12. ഇത് ജെ ആണ്. ജെയുടെ അവിടെ സിമ്പിൾ എന്താണ്? മൈനസ് അല്ലേ? അപ്പോൾ മൈനസ് ജെ ഇൻറ്റു ജെ വരുന്ന റോയും പോയി കോളവും പോയി, റോയും പോയി കോളവും പോയി, ബാക്കി ആരാണുള്ളത്? 3 3 മൈനസ് 1 1 അല്ലേ? സോ അപ്പോൾ എന്താണ്? 3 × 1 3 × 1 3 മൈനസ് 1 × 3 എന്താണ്ടാ മക്കളെ? -3. സോ ആ ഒരു മൈനസ് ഈ ഒരു മൈനസ് കൊടുത്തവിടെ +3 ആവും. അതാ പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോയും പോയി കോളവും പോയി, ബാക്കി 3 × 4 12 12 മൈനസ് -1 × 2 -2. അപ്പോൾ എന്താവും? അത് +2 ആവും. സോ ആൻസർ 2 × -12 -10 ആയി. 3 + 3 -6j 12 + 2 പ്ലസ് എന്താണ്? 10k. ഇത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ആൻസർ. ഇത്ര നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് കിട്ടി. എത്ര മാർക്ക് കിട്ടിയിട്ടാ മക്കളെ? 4 മാർക്ക്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് പി. നമുക്ക് എന്ത് വേണം? പിയുടെ വാല്യൂ വേണം. ഫോർ വിച്ച് ആ രണ്ട് വെക്റ്ററും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ആ രണ്ട് വെക്റ്ററും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചോണേ, രണ്ട് വെക്റ്ററും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. അത് പഠിച്ചു വെച്ചോണം. അപ്പോൾ 2i - 5j + 3k ഡോട്ട് 3i + j + pk എന്തായിരിക്കും ആൻസർ? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഇവിടെ ഐയുടെ മുന്നിൽ 2 ആണ്, ഇവിടെ ഐയുടെ മുന്നിൽ 3 ആണ്. അപ്പോൾ 2 × 3 6. ജെയുടെ മുന്നിൽ ഇവിടെ -5 ആണ്, ഇവിടെ ജെയുടെ മുന്നിൽ 1 ആണ്. അല്ലെങ്കിൽ അങ്ങനെ എഴുതി തരാം. 2 × 3 അടുത്തത് പ്ലസ് -5 × 1 -5 × 1 പ്ലസ് കെയുടെ മുന്നിൽ 3. അപ്പോൾ 3 × ഇവിടെ കെയുടെ മുന്നിൽ പി ആണ്. അപ്പോൾ 3p = 0. ഇവിടെ 2 × 3 എത്രയാണ് മക്കളെ? 6 -5 × 1 -5 പ്ലസ് 3p = 0. 6 - 5 എത്രയാണ് ആൻസർ? 6 - 5 1 അല്ലേ? സോ 1 + 3p = 0. ദെൻ 3p = +1 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -1. അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ എന്താണ്? -1/3. സോ ഈ രണ്ട് വെക്റ്ററും പെർപെൻഡിക്കുലർ ആണെങ്കിൽ പിയുടെ വാല്യൂ എന്ത് വന്നാലേ പറ്റുള്ളൂ? -1/3 വന്നാലേ പറ്റുള്ളൂ. എത്ര മാർക്കാണ്? അത് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്ട? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ABC എന്ന് പറയുന്ന 3 പോയിന്റിന്റെ എന്താണ് ആ ഒരു പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്. അതായത് പോയിന്റിന്റെ വെക്റ്റർ. ഓക്കെ, നമുക്ക് ആരൊക്കെ വേണം? AB വേണം, BC വേണം, AC വേണം. നമുക്ക് ആ 3 പോയിന്റ് ഏതൊക്കെയാണ് എഴുതാം. ഏതൊക്കെയാണ് ആ 3 പോയിന്റ്? A എന്ന് പറയുന്ന വെക്റ്ററിനെ സൂചിപ്പിക്കുന്നതാണ്. A എന്ന് പറയുന്ന വെക്റ്റർ 4i + 5j + 6k. B എന്ന് പറയുന്ന വെക്റ്റർ 5i + 6j + 4k. C എന്ന് പറയുന്ന വെക്റ്റർ 6i + 4j + 5k. ഇതാണ് എയും ബിയും സിയും ആയിട്ടുള്ള 3 വെക്റ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വെക്റ്റർ ആണ് ഏത്? AB വെക്റ്റർ. AB വെക്റ്റർ വെച്ചാൽ എന്ത് ചെയ്യണം? B വെക്റ്റർ നമ്മൾ ആരെ കുറയ്ക്കണം? A വെക്റ്റർ മൈനസ് ചെയ്യണം. അപ്പം B വെക്റ്റർ ഇവിടെ ആരാണ്? 5i + 6j + 4kയിൽ നിന്ന് ആരെ കുറയ്ക്കണം?
4i പ്ലസ് 5j പ്ലസ് 6k എന്ത് ചെയ്യണം? കുറയ്ക്കണം. ബിയിൽ നിന്ന് ആരെ കുറയ്ക്കണം? എയെ കുറയ്ക്കണം. അപ്പോൾ 5i മൈനസ് 4i എന്താണ്? ഐ അല്ലേ? 1i. അതായത് എന്താണ്? ഐ അല്ലേ? അടുത്തത് 6j മൈനസ് 5j. 6ൽ നിന്ന് 5 കുറച്ചാൽ അവിടെയും എന്താണ്? 1 ആണ്. അപ്പോൾ 1j. 4k മൈനസ് 6k. ആൻസർ എന്താണ്? 4 മൈനസ് 6 മൈനസ് 2k. അത്രയേ ഉള്ളൂ. അതാണ് എ ബി വെക്റ്റർ. അടുത്ത നമുക്ക് വേണ്ട വെക്റ്റർ ആരാണ്? ബി സി വെക്റ്റർ ആണ്. ആരാണ് വേണ്ടത്? ബി സി വെക്റ്റർ. അപ്പോൾ ബി സി വെക്റ്റർ ചോദിച്ചാൽ സിയിൽ നിന്ന് ആരെ കുറയ്ക്കണം? ബിയെ കുറയ്ക്കണം. സി ആരാണ്? 6i പ്ലസ് 4j പ്ലസ് 5kയിൽ നിന്ന് ബി എന്ന് പറഞ്ഞാൽ ആരാണ്? ബി 5i പ്ലസ് 6j പ്ലസ് 4k എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ 6 മൈനസ് 5 എന്താണ് ആൻസർ? 1i, അതായത് ഐ. 4 മൈനസ് 6 എന്താണ്? മൈനസ് 2j. 5 മൈനസ് 4 എന്താണ്? 1. അപ്പോൾ പ്ലസ് 1k, അതായത് k. അപ്പോൾ നമുക്ക് ആരായി? ബി സി വെക്റ്ററായി. ഇനി നമുക്ക് വേണ്ടത് ആരാണ്ടാ? ഇനി വേണ്ടത് എ സി വെക്റ്റർ ആണ്. അപ്പോൾ എ സി വെക്റ്റർ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എ സി വെക്റ്റർ സിയിൽ നിന്ന്, സി ആരാണ്? സി 6i പ്ലസ് 4j പ്ലസ് 5kയിൽ നിന്ന് ആരെ കുറയ്ക്കണം? എ വെക്റ്റർ ആരാണ്? എ വെക്റ്റർ 4i പ്ലസ് 5j പ്ലസ് 6k നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എളുപ്പമാണ്. 6 മൈനസ് 4. 6 മൈനസ് 4 എത്രയാണ് മക്കളെ? 2i. 4 മൈനസ് 5 എന്താണ്? മൈനസ് 1j. 5 മൈനസ് 6 ആൻസർ മൈനസ് k. അത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് അവർ തരും? 4 മാർക്ക് ഇടും. 4 മാർക്ക്. ഓക്കെ. ഇനി ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് വെക്റ്റർ തന്നിട്ടുണ്ട്. ആ രണ്ട് വെക്റ്റർ പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യും. ഞാൻ പറഞ്ഞു പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. നമുക്ക് അപ്പോൾ ആദ്യം നോക്കാം. നമുക്ക് എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ കണ്ടുപിടിച്ച് നോക്കാം. എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ. എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? എ വെക്റ്റർ 6i പ്ലസ് 2j പ്ലസ് 3k ഡോട്ട് ഐ പ്ലസ് 3j മൈനസ് 4k. സോ ഡോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഡോട്ട് എടുക്കുമ്പോൾ ഐയുടെ മുന്നിൽ ഇവിടെ 6, ഇപ്പുറത്തെ ഐയുടെ മുന്നിൽ 1 ആണ്. അപ്പോൾ 6 × 1 എഴുതാം. അങ്ങനെ 6 × 1 പ്ലസ് 2 × 3 പ്ലസ് 3 × മൈനസ് 4. 6 × 1 6, 2 × 3 പ്ലസ് 6, 3 × 4 മൈനസ് 12. 6 പ്ലസ് 6 12 മൈനസ് 12 എന്താണ് മക്കളെ? വട്ടപൂജ്യം. ഓക്കെ, ക്ലിയർ? സോ ആൻസർ എന്താണ്? 0 കിട്ടിയല്ലേ? 0 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ ആർ പെർപെൻഡിക്കുലർ. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എ ബി സി ആർ ദി പോയിന്റ്സ്. അവിടെ എയും ബിയും സിയും എന്താണ്? 3 പോയിന്റ്സ് ആണ്. അതിൻ്റെ എന്താണ്? വെക്റ്റർ ഫോം തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ബി വെക്റ്റർ ക്രോസ് എ സി വെക്റ്റർ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഇവിടെ ആരെ വേണം? എ എന്ന് പറഞ്ഞാൽ ആരാണ്? എ എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് 3j പ്ലസ് 2k. ബി എന്ന് പറഞ്ഞാലാണ് 2i മൈനസ് j പ്ലസ് k. സി എന്ന് പറഞ്ഞാലാണ് സി 2i മൈനസ് 3j പ്ലസ് 4k. നമുക്ക് ആദ്യം വേണ്ട ഇവിടെ ആരാണ്? എ ബി വെക്റ്റർ. എ ബി വെക്റ്റർ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ബി വെക്റ്റർ എന്ന് പറയുന്നത് 2i മൈനസ് j പ്ലസ് കെയിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് 3j പ്ലസ് 2k എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2i മൈനസ് ഐ എന്താണ്? ഐ മൈനസ് j മൈനസ് 3j. അപ്പം മൈനസ് 1 മൈനസ് 3 മൈനസ് 4j. കെ മൈനസ് 2k. കെ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2 എത്രയാണ്? മൈനസ് ആണ്. അപ്പോൾ മൈനസ് കെ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആര്? എ ബി വെക്റ്റർ. നമുക്ക് അടുത്ത വേണ്ടതാരാണ്? എ ബി വെക്റ്റർ കഴിഞ്ഞാൽ അടുത്ത വേണ്ടതാരാണ്? എ സി വെക്റ്റർ. അപ്പോൾ എ സി വെക്റ്റർ വെച്ചാൽ എന്താണ്? എ സി. സി വെക്റ്റർ എന്ന് പറഞ്ഞാലാണ് സി 2i മൈനസ് 3j പ്ലസ് 4k മൈനസ് എ എന്ന് പറഞ്ഞാലാണ്? എ വെക്റ്റർ എന്ന് പറഞ്ഞാലാണ് ഐ പ്ലസ് 3j പ്ലസ് 2k. സോ 2 മൈനസ് 1 എന്താണ്? 1, അതായത് ഐ ആണ്. മൈനസ് 3 മൈനസ് 3 മൈനസ് 3 മൈനസ് 3 മൈനസ് 6j. 4 മൈനസ് 2 എന്താണ്? പ്ലസ് 2k. അപ്പോൾ എ ബി വെക്റ്ററും കിട്ടി. നമുക്ക് എന്ത് കിട്ടി? എ സി വെക്റ്ററും കിട്ടി. ഇനി ഇതിൻ്റെ ക്രോസ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എ ബി വെക്റ്റർ ക്രോസ് എ സി വെക്റ്റർ.
നമ്മൾ എന്ത് എഴുതും? ഡിറ്റർമിനൻ്റ് ആണ് അല്ലേ? I J K. ഐയുടെ മുന്നിൽ 1 -4 -1 1 -6 2. ഇത് ഞാൻ ചെയ്യുന്നില്ല, നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലം. ഞാൻ ചെയ്ത് നിങ്ങളെ ഇത് ചെയ്യുന്നില്ല. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് -14i -3j -2k. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം എന്ത് ചെയ്യണം? ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ചെയ്യാതിരിക്കല്, ചെയ്ത് നോക്കണം. എന്നാലും നമ്മളെ എക്സാമിന് നിങ്ങൾക്ക് ഇത് ഓർമ്മ വരത്തുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ, വർഡൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. വർഡൻ്റെ ക്വസ്റ്റ്യനിൽ വർഡണിൻ്റെ ഇക്വേഷൻ ഏതാണ്? വർഡണിൻ്റെ ഇക്വേഷൻ W = ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് ഏതാണ്? ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് എത്രയാണ്? 5i + 4j + k ആണ്. ഡിസ്പ്ലേസ്മെൻറ്റും പറയുന്നുണ്ട്. ആ മൂവിങ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 3i + 2j - 5k എന്നും പറയുന്നുണ്ട്. സോ നമുക്ക് ഡാറ്റ അപ്ലൈ ചെയ്യാം. W = എന്താണ്? F എന്ന് പറഞ്ഞാൽ ആരാണ്? 5i + 4j + k ഡോട്ട് 3i + 2j - 5k. സോ 5 × 3 എന്താണ്? 15 + 4 × 2, അല്ലെങ്കിൽ അത് എഴുതി തരാം, നിങ്ങൾക്ക് അത് മനസ്സിലാവാതെ ഇരിക്കേണ്ട. 5 × 3 + 4 × 2 + 1 × -5. സോ 5 × 3 എത്ര മക്കളെ? 5 × 3 15 + 8 -5. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 8 - 5 എന്താണ് നമ്മളെ? 3 ആണ്. സോ ആൻസർ 18. എത്രയേണ്ട? 18 യൂണിറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ. ഇതാ ഞാൻ പറഞ്ഞ അതേ വേർഡ് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ആ യൂണിറ്റ് വെക്റ്ററിൻ്റെ കൂടിയുള്ള ഇക്വേഷൻ എന്താണ്? ± എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ ബൈ എന്താണ്? മോഡുലസ് ഓഫ് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ. നിങ്ങൾ എന്താണ്? ഞാൻ ചെയ്യില്ല, നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യനും ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈ രണ്ട് വെക്റ്ററും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും? രണ്ട് വെക്റ്ററിൻ്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ അത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചെയ്തു നോക്കണേ. കാരണം മിക്ക ക്വസ്റ്റ്യനും എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ചെയ്തു നോക്കുക, കൺഫേം ചെയ്യുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് പി. നമുക്ക് എന്താണ്? പിയുടെ വാല്യൂ വേണം. എന്താണ്? ഈ രണ്ട് വെക്റ്റർ ഏതൊക്കെ രണ്ട് വെക്റ്ററാണ്? ഈ വെക്റ്ററും ഈ വെക്റ്ററും എന്താണ് പറയുന്നത്? പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ = 0 എന്ന് കൊടുത്തിട്ട് അവിടെ പി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ച് ഓർമ്മയുണ്ടോ? ഇവിടെയും പി തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തടാ, വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ഒന്ന് റെഫറൻസ് ആക്കി ഒന്ന് ചെയ്ത് പഠിച്ചതിന് ശേഷം ഇത് എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്. അടുത്തത് ബി വലിയ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യാം. അത് നമ്മൾ നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. നമുക്ക് എ വെക്റ്റർ + ബി വെക്റ്ററിൻ്റെ എന്താണ് വേണ്ടത്? യൂണിറ്റ് വെക്റ്ററാണ് വേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്? യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എന്നല്ല പറയുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ഉള്ളി ചോദിച്ചത് എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? ഉള്ളി യൂണിറ്റ് വെക്റ്റർ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആരുടെ? എ വെക്റ്റർ + ബി വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ. അപ്പം നമുക്ക് എ വെക്റ്ററും ബി വെക്റ്ററും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. എ വെക്റ്റർ ആരാണ് ഇവിടെ? 2i + 2j - 5k ആണ്. പ്ലസ് ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? 2i + j + 3k. ഈ രണ്ട് വെക്റ്റർ കൂടെ അങ്ങ് ആഡ് ചെയ്യുക. 2i + 2i എന്താണ്? ആൻസർ 4i ആണ്. അതുപോലെ 2j + j എത്രയാണ്? +3j ആണ്. അതുപോലെ -5k + 3k എന്താണ് ആൻസർ? -2k ആണ്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ഓഫ് എന്താണ്? യൂണിറ്റ് വെക്റ്റർ ഓഫ് എ വെക്റ്റർ + ബി വെക്റ്റർ ഇവിടെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ വെക്റ്റർ അല്ലേ 4i + 3j - 2k വെക്റ്റർ എഴുതുക. അതിൻ്റെ മോഡുലസ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. 4ന്റെ സ്ക്വയർ + 3 സ്ക്വയർ + -2ന്റെ സ്ക്വയർ. നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 4i + 3j
മൈനസ് 2k ബൈ റൂട്ട് 4ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ 16, 2ന്റെ സ്ക്വയർ 4, 16 4 20 29 അല്ലെ റൂട്ട് 29. ഇതിനെ ജസ്റ്റ് എന്താണെന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ ടൈമിനും. അപ്പം എന്താണ് 4 ബൈ റൂട്ട് 29i പ്ലസ് 3 ബൈ റൂട്ട് 29j മൈനസ് 2 ബൈ റൂട്ട് 29k എന്ന് എന്ത് ചെയ്യുക, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വലിയ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനേ അല്ല അത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് മൊമെന്റ് അബൌട്ട് ദി പോയിന്റ് I minus 3j plus k of a force 4i minus 3k acting through the point 2i minus 2j plus 5k. നമ്മൾ ഈ പ്രോബ്ലം എന്ത് ചെയ്തിട്ടുണ്ട്. ഈ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ട്. മൊമെന്റ് ഈക്വൽ ടു മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ, ആർ വെക്റ്റർ ക്രോസ് എന്താണ്ട എഫ് വെക്റ്റർ. ഓർമ്മയുണ്ട, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് ഒരു ഫസ്റ്റ് ഒരു 7 ക്വസ്റ്റ്യൻ മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എന്താണ് മൊമെന്റ് ഈക്വൽ ടു എന്താണ് ആർ വെക്റ്റർ ക്രോസ് എന്താണ് എഫ് വെക്റ്റർ ആണ്. അതിൽ നമുക്ക് ആർ വെക്റ്റർ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ആർ വെക്റ്റർ ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ആർ വെക്റ്ററിന്റെ ഒരിക്കൽ ഇക്വേഷൻ എന്താ ആർ എ മൈനസ് ആർ സീറോ എന്ന് എഴുതി തരാം. ഇവിടെ എന്താണ് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൊമെന്റ് ഈക്വൽ ടു എന്താണ് എഫ് വെക്റ്റർ ക്രോസ് എന്താണ് ആർ വെക്റ്റർ. ഇതിൽ എന്താണ് ഒരു ഫൈൻഡ് മൊമെന്റ് അബൌട്ട് ദി പോയിന്റ് i മൈനസ് 3j പ്ലസ് k. ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് ആണ് ആര് R0. അപ്പോൾ ഇവിടെ R0 ആരാണ് R0 i മൈനസ് 3j പ്ലസ് k ആണ്. ഇതാണ് R0 നമ്മുടെ റെഫറൻസ് പോയിന്റ് ആണ്. ഇനി ഫോഴ്സ് ആക്ട് ചെയ്ത പോയിന്റ് ഏതാണ്, ആക്ടിംഗ് പോയിന്റ് ഏതാണ്, അതാണ് RA ഏതാണ്ട് അത് 2i മൈനസ് 2j പ്ലസ് 5k ആണ്. ഇത് രണ്ടും കിട്ടിയ നമ്മൾ എങ്ങനെ ആർ കണ്ടുപിടിക്കും, ആർ ഈക്വൽ ടു എന്താണ്ട RA മൈനസ് R0. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ നിന്ന് 6 കിട്ടും. ഈ എഫ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഫ് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 4i മൈനസ് 3k. അതാണ് ഫോഴ്സ്. ആർ അറിയാം, എഫ് അറിയാം. അതിൻ്റെ എന്തെടുക്കുക, അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊരു പേപ്പർ എഴുതി വെച്ചതിന് ശേഷം ഇതും കൂടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത പാർട്ട് ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. നമുക്കിവിടെ എന്താണ് എ എന്ന് പറയുന്ന വെക്റ്റർ നമുക്കറിയാം, ബി എന്ന് പറഞ്ഞ വെക്റ്റർ അറിയാം. അങ്ങനെയാണെങ്കിൽ എ ബി വെക്റ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ബിയിൽ നിന്ന് ആരെ മൈനസ് ചെയ്താൽ മതി, എ മൈനസ് ചെയ്താൽ മതി. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, വീണ്ടും നമ്മൾ ഇപ്പം ചെയ്ത അതേ സാധനം തന്നെയാണ് ഇതാ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വർഡൺ ആണ്. വർഡൺ എന്താണ്, നമുക്ക് ഇവിടെ എന്താണ് സംഭവം, ഇവിടെ എന്താണ് 3 ഫോഴ്സ്, ഇതൊരു ഫോഴ്സ്, 3 ഫോഴ്സ് ഒരു പാർട്ടികളിലോട്ട് എന്ത് ചെയ്യാണ്, ആക്ട് ആവുകയാണ്. അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കണം, അതിന് പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവുകയാണ്. ഇവിടെ നിന്ന് എന്താണ് അത് ഇങ്ങോട്ടത്തേക്ക് എന്താണ് മൂവ് ആവുകയാണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വർഡൺ കണ്ടുപിടിക്കണം. അപ്പോൾ വർഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് വർഡൺ ഈക്വൽ ടു ഫോഴ്സ്, വർഡൺ ഈക്വൽ ടു എഫ് വെക്റ്റർ ഡോട്ട് എന്താണ് ഡി വെക്റ്റർ. എഫ് വെക്റ്റർ നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇതെല്ലാം കൂടെ ഈ 3 ഫോഴ്സ് കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫോഴ്സ് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഈ പറയണ 6i പ്ലസ് j മൈനസ് 3k എന്ന് ആരെ മൈനസ് ചെയ്യുക, മൈനസ് 4i മൈനസ് 3j മൈനസ് 2k മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആരെ കിട്ടും, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടും, എത്ര ഡിസ്റ്റൻസ് മാറി എന്നുള്ളത് കിട്ടും. എന്നിട്ട് അതിൻ്റെ എന്തെടുക്കുക, ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമുക്ക് എല്ലാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതും നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി ഞാൻ എന്ത് ചെയ്യാം, അത് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നേണ്ട ആവശ്യമില്ല അതിനകത്ത്. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എ വെക്റ്റർ ഉണ്ട്, ബി വെക്റ്റർ ഉണ്ട്. നമുക്ക് ഇവിടെയും ശ്രദ്ധിക്കുക, നിങ്ങൾ ഫൈൻഡ് ദി യൂണിറ്റ് വെക്റ്റർ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അല്ല യൂണിറ്റ് വെക്റ്റർ ഇവിടെ ഒരു ചോദിച്ചിട്ടില്ല. യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്റ്റർ എന്നേ പറയുന്നുള്ളൂ. അല്ല യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എന്ന് പറയുന്നില്ല. ഇവിടെ യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. ആരുടെ യൂണിറ്റ് വെക്റ്റർ, 3a പ്ലസ് 4bയുടെ എന്ത് വേണം, 3a പ്ലസ് 4bയുടെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് 3a പ്ലസ് 4b,
ഈ 3a പ്ലസ് 4b എന്ന് പറഞ്ഞാൽ എന്താണ് 3a പ്ലസ് 4b 3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2i പ്ലസ് 3j പ്ലസ് 4k പ്ലസ് 4 ഇൻറ്റു ബി എന്ന് പറഞ്ഞാലാണ് ബി മൈനസ് ഐ പ്ലസ് 3j പ്ലസ് 2k. നമുക്ക് 3 ഉണ്ടാകത്തോടെ 3 ഇൻറ്റു 2i എന്ത് കിട്ടും 6i. 3 ഇൻറ്റു 3j എന്താണ് പ്ലസ് 9j. 3 ഇൻറ്റു 4 എന്ത് കിട്ടും പ്ലസ് 12k. 4 ഇൻറ്റു മൈനസ് 1i എന്ത് കിട്ടും മൈനസ് 4i. 4 ഇൻറ്റു 3i എന്ത് കിട്ടും 12i പ്ലസ് 12i. 4 ഇൻറ്റു 2k എന്ത് കിട്ടും 4 ഇൻറ്റു 2 എന്ത് കിട്ടും പ്ലസ് 8k. ഇനി എന്താണ് 6i മൈനസ് 4i എന്ത് കിട്ടും 2i. 9j പ്ലസ് 12j എന്ത് കിട്ടും 12 പ്ലസ് 9 21j. അടുത്തത് 12k പ്ലസ് എന്താണ് 8k എന്താണ് 12k പ്ലസ് 8k എന്താണ് പ്ലസ് 20k. ഇനി ഈ വെക്ടറിന് എന്ത് കണ്ടുപിടിക്കുക യൂണിറ്റ് വെക്ടർ. ഇതിന്റെ യൂണിറ്റ് വെക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഇതിന്റെ യൂണിറ്റ് വെക്ടർ. ഇതിനെ എന്ത് ചെയ്താൽ മതി ഇതിന്റെ മോഡുലസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുക കേട്ടോ. അതായത് എന്താണ് യൂണിറ്റ് വെക്ടറിൽ നമുക്ക് വേണ്ടത് യൂണിറ്റ് വെക്ടർ. അപ്പോൾ യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു 2i പ്ലസ് 21j പ്ലസ് 20k ഓൾ ഡിവൈഡ് ബൈ റൂട്ട് വേണം. ഏതിൻ്റെ റൂട്ട് വേണം 2ന്റെ സ്ക്വയർ പ്ലസ് 21ന്റെ സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ. നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യുന്നില്ല. ഒരു വലിയ നമ്പർ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. എ വെക്ടർ ഉണ്ട് ബി വെക്ടർ ഉണ്ട് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾ ഇതിനെ ചെയ്യുമല്ലോ. ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. എ വെക്ടർ ഡോട്ട് ബി വെക്ടർ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഓക്കെ. ഡോട്ടും ക്രോസും എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും എന്താണ് ഇപ്പം നേരത്തെ എന്താണ് ഇതിപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. മൂന്നാമത്തെയോ നാലാമത്തെയോ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ മൊമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെയും എന്താണ് നമ്മുടെ R0 എന്ന് പറഞ്ഞാൽ R0 നമ്മുടെ റഫറൻസ് പോയിന്റ് ആണ്. റഫറൻസ് പോയിന്റ് i പ്ലസ് 2j മൈനസ് കെ i പ്ലസ് 2j മൈനസ് കെ. ഇതിലാണ് എന്ത് ആക്ട് ആവുന്നത് ഫോഴ്സ് ആക്ട് ആവുന്നു. സോ അവിടെ ഒരു മൊമെന്റിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു അതിൽ എന്താണ് ഈ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പോയിന്റ് ആയിട്ട് ആര് മാറുന്നു RA എന്ന് പറഞ്ഞാൽ ആരാണ് 2i പ്ലസ് 3j പ്ലസ് കെ ആണ്. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും R കണ്ടുപിടിക്കാൻ പറ്റും. R നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും R ഈക്വൽ ടു RA മൈനസ് R0 എന്താണ് RA മൈനസ് R0 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടോടെ R കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഫോഴ്സ് ഇവിടെ ഓൾറെഡി പറഞ്ഞത്. ഫോഴ്സ് ഇവിടെ ആരാണ് ഫോഴ്സ് ഏതാണ് i പ്ലസ് 2j പ്ലസ് കെ ആണ്. ഓക്കെ. അതാണ് നമ്മുടെ ഫോഴ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R വെക്റ്റർ ക്രോസ് എഫ് വെക്റ്റർ. ശ്രദ്ധിക്കുക R വെക്റ്റർ ക്രോസ് എഫ് വെക്റ്റർ. എന്നാൽ വർഡൺ ആണെങ്കിലോ ഫോഴ്സ് ഡോട്ട് ഡി വെക്റ്റർ അല്ലെങ്കിൽ എന്താണ് അതെ ഡി വെക്റ്റർ കൊടുത്താണ്. അവിടെ ഡോട്ടാണ്. ഇവിടെ എന്താണ് ക്രോസ്. മൊമെന്റിലാണെങ്കിൽ ക്രോസ് എന്നാൽ എന്താണ് വർഡണിലാണെങ്കിൽ ഡോട്ട്. എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. മാറിപ്പോവല്ലേ തിരിഞ്ഞു പോവല്ലേ നിങ്ങൾക്ക്. സോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടും. ഇത് നിങ്ങൾ എന്താണ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്രാവശ്യത്തെ എക്സാമിന് എന്താണ് മസ്റ്റായിട്ട് കാണും. സോ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ഇതിലൂടെ തീരാണ് കേട്ടോ ഈ ഒരു മൊഡ്യൂള്. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ക്വസ്റ്റ്യൻ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതൊന്ന് നോക്കിയേ. നമുക്ക് എന്താണ് മോഡുലസ് ഓഫ് എ വെക്റ്റർ എന്നറിയാം. മോഡുലസ് ഓഫ് എ വെക്റ്റർ 5 എന്നറിയാം. അതുപോലെ മോഡുലസ് ഓഫ് ബി വെക്റ്റർ 4 എന്നറിയാം. എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ നമുക്ക് 10 എന്നറിയാം. ഫൈൻഡ് ദി അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ എ വെക്റ്റർ ആൻഡ് ബി. എന്താണ് അക്യൂട്ട് ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ ചെറുതായിട്ടുള്ള ആംഗിളാണ് അക്യൂട്ട് ആംഗിൾ. എ വെക്റ്ററിനും ബി വെക്റ്ററിനും ഇടയിലുള്ള അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ജോയിൻ ആയി വരുന്ന നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ വെക്റ്റർ ഇൻറ്റു മോഡുലസ് ഓഫ് ബി വെക്റ്റർ ഇൻറ്റു കോസ് തീറ്റ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് വാല്യൂ കൊടുക്കാം. എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ നമുക്ക് എന്നറിയാം 10 എന്നറിയാം. മോഡുലസ് ഓഫ് എ വെക്റ്റർ 5 എന്നറിയാം. മോഡുലസ് ഓഫ് ബി വെക്റ്റർ 4 എന്നറിയാം. കോസ് തീറ്റ നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അപ്പം ഇൻറ്റു ചെയ്യണ 5ഉം 4 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ഡിവൈഡ് ആവും അല്ലേ. അപ്പം 10/5 × 4 ആവും. അപ്പുറത്ത് ആരാണുള്ളത് കോസ് തീറ്റ. ഈ പറയുന്ന 10ഉം 5ഉം കൂടെ ക്യാൻസൽ. ഇവിടെ നമുക്ക് എത്ര കിട്ടും 2ഉം ഇവിടെ 1. 2ഉം 4 ക്യാൻസൽ ചെയ്യാം 1ഉം 2. അതായത് നമ്മുടെ
നമ്മുടെ കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി 1/2 എന്ന് കിട്ടി. കോസിന്റെ വാല്യൂ എത്ര കിട്ടിയടാ 1/2. സോ എപ്പോഴാണ് കോസിന്റെ വാല്യൂ 1/2 ആവുക? കോസിന്റെ വാല്യൂ എപ്പോഴാണ് 1/2 ആവുന്നത്? കോസിന്റെ വാല്യൂ 1/2 ആകുന്നത് എപ്പോഴാണ്? അത് കോസ് 60 ആണ്. ഏതാണ്ട കോസ് 60. കോസ് 60യുടെ വാല്യൂ ആണ് ഏത്? 1/2 എന്ന് പറയുന്നത്. 1/2 എന്ന് പറയുന്നത് കോസ് 60യുടെ വാല്യൂ ആണ്. അതായത് ആ ആംഗിൾ ആരാണ്ടാ? തീറ്റ എത്രയാണ്? 60 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്ടാ? 60 ഡിഗ്രി. അതായത് 60 ഡിഗ്രിയാണ്. എത്രയാണ്ടാ? 60 ഡിഗ്രി. അതൊരു എന്താണ്? ഒരു അക്യൂട്ട് ആംഗിൾ അല്ലേ? ഇനി വീണ്ടും രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ. ഫൈൻഡ് എന്താണ്ടാ? ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദി വെക്ടേഴ്സ് എന്നാണ് കേട്ടോ. അവിടെ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എന്ന് വന്ന സ്ഥിതിക്ക് എന്താണ് അതിന്റെ ഇക്വേഷൻ? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. പ്ലസ് ഓർ മൈനസ് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ ബൈ മോഡുലസ് ഓഫ് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ. നമ്മൾ എന്താണ് ഇതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്നതിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. ഇതിനെ എന്താണ്? ഇതിനെ എ വെക്റ്റർ എന്നും ഇതിനെ ബി വെക്റ്റർ ആയിട്ട് എടുക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ എന്താണ് വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുന്ന മൊഡ്യൂൾ 2 എന്താണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഒരു ബുക്കിൽ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക, എഴുതി സ്വന്തമായിട്ട് ചെയ്യുക. ഇത് തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യുക? നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.